ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 025/22 +2 ലെവൽ മെയിൻസ് എക്സാമിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ +2 ലെവൽ മെയിൻസ് എക്സാമിലെ മലയാള ചോദ്യങ്ങൾ, അതായത് ആ ചോദ്യ പേപ്പറിലെ മലയാളത്തിൻ്റെ ചോദ്യഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് രണ്ടാമത്തതാണ് ശരിയായിട്ടുള്ളത്. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, 72ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. സ്വച്ഛന്തം. നാലാമത്തെ സ്വച്ഛന്തമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് രക്തത്തിന്റെ പര്യായ പദമല്ലാത്ത വാക്കുകളാണ്. ഇത് നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകൾ ഏത്? ഇതിനകത്ത് ഉത്തരം വരുന്നത് 2ഉം 3ഉമാണ്. പിണം, ബധിരം. അപ്പം 2, 3 പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇനി 74ാമത്തെ ചോദ്യം. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇതിനകത്ത് ഉത്തരം വരുന്നത് കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണ്. കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. തുലാം അധികം ഇൻഡെ ചേർത്തെഴുതിയാൽ എന്താണ്? തുലാം ഇൻഡെ എന്നാണ് വരുന്നത് അല്ലെ. തുലാം അധികം ഇൻഡെ എന്ന് പിരിച്ചെഴുതിയിരിക്കുകയാണ്. അത് നമ്മൾ ചേർത്തെഴുതുമ്പോൾ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, തുലാതിൻ്റെ. എന്താണ്? തുലാതിൻ്റെ. നെക്സ്റ്റ് 6ാമത്തെ ചോദ്യം. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീ ലിംഗം ഏത്? അപരാധക. പൂജക ബഹുവചന രൂപം കണ്ടുപിടിച്ചെഴുതുക. ഉത്തരം വരുന്നത് പൂജക ബഹുവചനം വൈദ്യർ. ഓക്കെ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? മരക്കൊമ്പ്. ഉത്തരം വരുന്നത് മര അധികം കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ എങ്ങനെ എഴുതാം? ശരത് ചന്ദ്രൻ. ശരത് ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം ഏത്? പാരതന്ത്ര്യം. പാരതന്ത്ര്യം. അപ്പോൾ മലയാളത്തില് 10 ചോദ്യങ്ങളായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 10 ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മലയാളത്തിന്റെ. ഇത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഷോർട്ട് വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ക്ലാസ്സുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ദിവസവും സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അൺഅക്കാഡമിയിൽ സൗജന്യ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇപ്പോൾ അൺഅക്കാഡമിയിൽ 29ാം തീയതി മുതൽ 31ാം തീയതി വരെ 20% ഫീസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലും നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതാണ്. ഈ 20% ഓഫ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട റെഫറൽ കോഡ് ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. പ്ലസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് പ്രാക്ടീസ്, കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Till then, bye bye and thank you.